അന്തിച്ചോപ്പുമായും ടാറ്റാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. കുറച്ച് ദിവസത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്താ പറയുക, കിച്ചണിലെ കുറച്ച് വ്ളോഗുമായിട്ട് ഞാൻ വരുന്നത് കേട്ടോ. അതിന് കാരണം ഇന്ന് വീട്ടിലാരും ഇല്ല കേട്ടോ. അമ്മയും കുഞ്ഞും കൂടെ ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് കുക്കിങ്ങിനൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗ് എടുക്കാം. കുക്കിംഗ് നടക്കോ ഇല്ലെന്നൊന്നും ഉറപ്പൊന്നുമില്ല, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. രാവിലെ എണീറ്റു. മോനോട്ടനും അമ്മയ്ക്കും നേരത്തെ ഇറങ്ങണം. അപ്പോൾ അവർ ബസ്സിലാണ് പോകുന്നത്. ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവരുടെ കൂടെ 3 പേരായിട്ടാണ് പോകുന്നത്. വലിയ അല്ലാതെ ബസ് പിടിച്ചോ അങ്ങനെയൊന്നുമല്ല, നമ്മളെ KSRTC ബസ്സിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ മണ്ഡലമാസത്തിൽ മോനോട്ടന് പോകാൻ പറ്റിയില്ല, അമ്മ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. മോനോട്ടനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയാണ് വെക്കേഷന് പോകാമെന്ന് വിചാരിച്ചത്. അതല്ലാതെ പിന്നെ ഏട്ടൻ വരെയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂടെ വിടാം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. അതെന്തായാലും നീണ്ടു പോകും എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ വെക്കേഷൻ സമയത്ത് ഒന്ന് പോയിട്ട് വരാമെന്ന് എല്ലാവരും കൂടെ വിചാരിച്ചത്. അങ്ങനെ രാവിലെ ബസ് സ്റ്റാൻഡിലോട്ട് ആക്കാൻ പോകണം. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞും കൂടെ ഇറങ്ങി കേട്ടോ. ഉണ്ണിക്കുട്ടൻ ചേട്ടൻ അവിടെ വരും. അപ്പം ഉണ്ണിക്കുട്ടൻ ചേട്ടൻ അങ്ങനെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല. മണികണ്ഠൻ ചേട്ടൻ, അതായത് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ മൂത്ത ആളാണ് കേട്ടോ മണികണ്ഠൻ ചേട്ടൻ. 2 പേർക്കും വീഡിയോസിൽ വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ഞാൻ പിടിച്ചെടുത്ത് വീഡിയോസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഏതാണ്ട് 7:30 മണിക്ക് സ്റ്റാൻഡിൽ എത്തണമെന്ന് പറഞ്ഞതാണ്. നമ്മൾ 7:30 മണിക്ക് എത്തിയിട്ട് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഇത്തിരി ലേറ്റായേ. മോനോട്ടന് ശബരിമലയിൽ പോകണമെന്ന് തുടങ്ങിയപ്പം ആദ്യം ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു. പിന്നീട് മാല ഇട്ടതിന് ശേഷം എൻ്റെ പൊന്നെ എന്തോരം സ്വഭാവത്തിന് വ്യത്യാസം വന്നെന്നറിയാമോ. എനിക്കറിഞ്ഞൂടാ, പെട്ടെന്ന് തന്നെ അവന് പോകണം, അയ്യപ്പനെ കാണണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം വന്നേ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സാധാരണ ഇവനെ വിളിച്ചുകൊണ്ടപ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ അന്നേ ദിവസം രാവിലെ തന്നെ എണീറ്റു, അലാറം വെച്ച് എല്ലാവരും എണീറ്റു, കുളിച്ചു. പക്ഷെ മോനിട്ട് ഒരു ബഹളം വെച്ചത് നല്ല കൊച്ചായിട്ട് എൻ്റെ പൊന്നെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര നിർബന്ധവും കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് കാപ്പിയും കുടിച്ചു. ഒരക്ഷരം ഇണ്ടാതെ കുടിച്ചു കേട്ടോ. കാരണം ആൾക്ക് പോകാനുള്ള ത്രില്ലിലടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ദാണ്ട ഉണ്ണിക്കുട്ടൻ ചേട്ടൻ വന്നു. ടാറ്റാ. മോനോട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ നിൽക്കുന്ന ദിവസങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ മാത്രമേ അവൻ വീട്ടിൽ ഇല്ലാതെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനായിരിക്കും വീട്ടിലില്ലാത്തത്. ഞാൻ വർക്കിന് പോകുന്ന സമയമായിരിക്കും കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ ഉടനെ ഇപ്പം ചായ കുടിക്കുന്ന പതിവൊന്നും ഇല്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് പാലുണ്ടായിരുന്നേ, പശുവിൻ പാലായിരുന്നു, അല്ലാതെ കവർ പാലല്ല. അപ്പം ഞാൻ കരുതി അത് ഇനി ചായ ആക്കണ്ട, പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് ഇനി എന്തിനാണ് ചായ ആക്കണത്, അതങ്ങോട്ട് പാല് കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ച് പാല് കാച്ചിയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ ഈ എടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അതായത് തലേ ദിവസത്തെ വീഡിയോ ആണ് അവർ പോയ വീഡിയോ ഞാൻ കാണിച്ചത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അതായത് ഇന്ന് അവർ മല ഇറങ്ങി, അതായത് ഞാൻ ഇപ്പോൾ ഈ അടുക്കളയൊക്കെ നിൽക്കുന്ന സമയത്ത് അവർ മല ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. തലേ ദിവസം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, പിന്നെ അതിലൊന്നും വീഡിയോ വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു 11-12 മണിയൊക്കെ ആയിട്ട് പാർലറിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് വേവിച്ചൊക്കെ വെച്ചതിന് ശേഷം, ഫുഡൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം, കാരണം അമ്മ ഇനി വന്നിട്ട് വേവിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ അരി അടുപ്പത്തിടാനുള്ള പരിപാടിയെല്ലാം നോക്കി. പിന്നെ കാപ്പിക്ക് വല്ലതും ഉണ്ടാക്കണം. അപ്പോൾ ഇച്ചിരി ഡയറ്റൊക്കെ എടുത്തേക്കുന്നതുകൊണ്ട് രാവിലെ അരി ആഹാരം വേണ്ട, ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ പഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റോഡിലോട്ട് പോയേ പറ്റത്തുള്ളൂ. ഗോതമ്പ് പുട്ട് കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഗോതമ്പ് പുട്ടും കപ്പപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത്തപ്പഴത്തിനേക്കാളും എനിക്ക് കപ്പപ്പഴം വെച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. ഞങ്ങൾ പഴയ വീട്ടിലായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് മോനുട്ടൻ ശബരിമലയ്ക്ക് പോകുന്നത്, കന്നിമല ചവിട്ടുന്നത്. അന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനെ അറിയാമായിരിക്കും, അന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ചിക്കൻ ഒന്നുമല്ല, അന്ന് മീനോ എന്തോ ഒക്കെയോ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
ഇത്തവണയും ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഈ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ എനിക്ക് കുറച്ച് അഭിമാനമുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും നമുക്ക് ഒരു റിസൾട്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ടും ഞാനിത് ഉപേക്ഷിക്കാത്തതിൽ എനിക്ക് പ്രൗഡ് തോന്നുന്നുണ്ട്. പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഷുവർലി ഇങ്ങനെ ബിസി ആയിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. കാരണം ഭ്രാന്ത് പിടിക്കും, എല്ലാ കാര്യം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ. അപ്പം ഞാൻ ഇതുവരെയും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമ്മൾ എത്തുമായിരിക്കും എന്ന് വിചാരിച്ചാണ്, ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ യൂട്യൂബ് കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതൊരു പ്രൗഡായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ബിസി ആണെങ്കിലും ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. ഇപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത് മാസം. നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല കേട്ടോ പേയ്മെൻറ്റ്. എനിക്ക് ഇന്നേ വരെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അത്ഭുതമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. കാരണം ഞാൻ വിചാരിച്ച് യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അയ്യോ ലക്ഷങ്ങൾ കൊയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. പിന്നീടാണ് അയ്യോ ഇത് പട്ടിപ്പണിയാണ്, പിച്ചക്കാശും രാജപദവി എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്, യൂട്യൂബറാണ് എന്നുള്ളത്, അതായത് കോടികൾ വരുമാനമുള്ള യൂട്യൂബറാണ് എന്നുള്ള രീതിയിൽ. എനിക്ക് ഇതുവരെ പോലും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. മോണിറ്റൈസ് ആയിട്ട് തന്നെ എത്ര മാസമായി എന്നറിയാമോ? കാരണം $100 ആയാലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് അത്രയ്ക്കും വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പോട്ടെ, മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആവും. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അത് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ രാവിലെ അരിയടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അരിയടുപ്പത്തിടുകയാണ് കേട്ടോ. ഇതിലെത്ര നാഴി അരി കൊള്ളൂ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടെയായിരുന്നു. കാരണം ഇതിൽ 2 നാഴി അരി കൊള്ളുമായിരുന്നു. പക്ഷേ എനിക്ക് സംശയം കാരണം ഞാൻ 1.25 ഇട്ടോളൂ കേട്ടോ. അതും വെള്ള അരി മാത്രമായിട്ടല്ല, ഇവിടെ വെള്ള അരിയും റോസ് അരി ഇരിപ്പുണ്ട്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി ഇരിപ്പുണ്ട്. ഞാൻ വെള്ള അരിയും റോസ് അരിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത് കേട്ടോ. എനിക്ക് വെള്ളരി മാത്രമായിട്ട് കഴിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. പണ്ട് എനിക്ക് വെള്ളരി മാത്രമായിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പം അമ്മ ഇങ്ങനെ വെള്ളയും റോസും കൂടെ മിക്സ് ചെയ്തിടും. അതൊരു കണക്കിന് നല്ലതാണ്. നമുക്കതിൻ്റെ വേവൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു കണക്കിന് നല്ലതാണ്. ഭയങ്കര വേവുള്ള വെള്ളയരി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. വെലയരി എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ വെള്ളയരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായവർ അങ്ങനെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിലയരി ചിലവാകത്തുമില്ല, എന്നാൽ റേഷനരി ഇരുന്ന് ഇല്ലാതാവത്തുമില്ല. എല്ലാം അങ്ങ് മൂവ് ആയിക്കോളും. അരി അടുപ്പത്തിട്ടതിന് ശേഷം കുറച്ച് മുറ്റമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ മരം മുറിച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഇവിടെ അത്രയും ആകെ ഒരു പരുവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വിറവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് ഫുള്ള് ക്ലീൻ ചെയ്യാതെ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൗസ് ഓണർ വിറവ് വേറെ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കരിയിലൊക്കെ അപ്പാടെ കിടക്കുകയായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റ് എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് തൂത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ജോലിയിലോട്ട് കിടക്കാമെന്ന്. ഈ ഒരു സൈഡാണ് ഒരുപാട് മോശമായിട്ട് കിടക്കുന്നത്. കാരണം അത്രയും കരിയിലയും വിറവും എല്ലാം കൂടെ ഒരു പരുവായി കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്തിട്ടേ ബാക്കി ഏത് പരിപാടി ഞാൻ ചെയ്യുന്നുള്ളൂ എന്നായി കേട്ടോ. അപ്പോൾ തൂക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം കിട്ടും എൻ്റെ പിറകെ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ തുറപ്പെടുക്കുമ്പോൾ അവനത് എന്തോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയുള്ള എന്തോ കളിപ്പാട്ട് എടുക്കും പോലെയാണ് കേട്ടോ അവൻ കിടന്ന് ചാടുന്നത്. അവൻ അല്ല, അവളാണ്. അപ്പം അവളിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവനെന്നാണ് കേട്ടോ വിളിക്കുന്നത്. അതുകൊണ്ടാണ് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വന്നത്. അപ്പോൾ ഇവൾ ഭയങ്കര ബഹളമായിരുന്നു ഇവളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്കതിനങ്ങനെ സമയമുണ്ട്. പെട്ടെന്ന് തന്നെ തൂത്ത് ഒതുക്കി ഇട്ടിട്ട് അകത്തോട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് പോകണം. കാരണം ഇന്ന് സലൂണിൽ എന്തായാലും പോയേ പറ്റത്തുള്ളൂ, ലീവൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനിടയ്ക്ക് ചെറിയൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരിക്കെ ഈ കുഞ്ഞു ചുള്ളിക്കമ്പുകളില്ലേ റബ്ബറിൻ്റെ, ഇത് ഇത്ര റബ്ബറാണ് കേട്ടോ മുറിച്ചിട്ടേക്കണത്. അപ്പോൾ ഈ ചുള്ളിക്കമ്പുകളെല്ലാം
എനിക്കിങ്ങനെ കിടന്നില്ലാതായി പോകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. കാരണം ഞങ്ങൾ വിറവിൻ്റെയൊക്കെ വില മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ആ ചെറിയ ചുള്ളിക്കമ്പുകൾ എടുത്തു വെച്ചാൽ തന്നെ ഒരു വെള്ളം തിളപ്പിക്കുന്ന അത്ര നമുക്ക് കിട്ടും, വിറവ് കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ ഞാൻ തൂക്കുമ്പോൾ തന്നെ എടുത്ത് വയ്ക്കും. ഇത് കണ്ടല്ലോ, വട്ടത്താമരയുടെ കായാണ്. ഇവ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഭയങ്കര സാധനമാണ്. കാരണം നമ്മൾ ചെരുപ്പില്ലാതെയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മളെ കാലിൽ ഇതിൻ്റെ കറ പെരണ്ട് ആകെ വൃത്തികേടാക്കും. ഇത് മുറ്റത്താണ്, അതായത് നമ്മളെ വീടിൻ്റെ മുറ്റത്തായിട്ടാണ് ഈ കാ കിടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എപ്പോഴും ചെരുപ്പിട്ടുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ചെരുപ്പില്ലാതെ നടക്കുമ്പോഴത്തേക്കും അതും ചവിട്ടി അതിൻ്റെ കറയും ചവിട്ടി അകത്ത് കയറുമ്പോൾ ടൈലിട്ട പ്ലേസിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് കറ സ്പ്രെഡ് ആവുമേ. അതുകൊണ്ട് ഇവൻ നിസ്സാരക്കാരനല്ല. അമ്മ എപ്പോഴും ചീത്ത വിളിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കിട്ടുവിനൊക്കെ മിക്കപ്പോഴും വഴക്ക് കിട്ടാറുണ്ട് കേട്ടോ. കിട്ടുവിന് മാത്രമല്ല എനിക്കും. കാരണം ഞാൻ ചിലപ്പോഴൊന്നും ചെരുപ്പിടാതെയാണ് മുറ്റത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ കിട്ടുവിന് വഴക്ക് കിട്ടുന്നത് ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇവിടെ ഇരുന്ന് അങ്ങ് ഉരുണ്ടിട്ട് വന്ന് ടൈലിൻ്റെ അവിടെ ഇരിക്കും, പടിക്കെട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആ കറയെല്ലാം കൂടെ ആകുമ്പോൾ ശരിക്കും അരോചകമാണ്. ഇത് നമ്മളെ പെരയിടമൊന്നും അല്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഈ മരം ഇങ്ങനെ ചാങ്ങി കിടക്കുന്നത്. നമുക്കത് വെട്ടിമുറിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു സീസണിലാണ് ഈ കാ വരണത്, അല്ലാത്തപ്പോഴൊന്നും ഈ കാ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 മാസം കൊണ്ടാണ് ഇത് ഇത്രയും അങ്ങ് ഇതായത്. ഇതൊക്കെ ഇനി കൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ അല്ലാതെ നിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും പ്രശ്നം വരത്തില്ല. കിട്ടുവരെ തൂക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പിറകെ നടന്ന് ആകെ ഒരു ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവനെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പടിച്ച് ജോലികളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ശരീരം അനങ്ങി. ഞാൻ രാവിലെ ഇന്ന് ജോലികൾ ചെയ്തുകൊണ്ട് ഭയങ്കര വിശപ്പായി. അപ്പോൾ വല്ലതും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയ സമയത്ത് പുട്ടിന് പഴമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇനി കടയിൽ പോയാൽ പഴം വാങ്ങിച്ചോണ്ട് വരാൻ പറ്റും. അങ്ങനെ വണ്ടി എടുത്ത് വെളിയിൽ ഇറങ്ങിയതാണ്. പക്ഷെ കിട്ടു ഇപ്പോൾ പുറത്ത് ചാടാറുണ്ട്. പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അകത്ത് കയറാൻ വലിയ പാടാണ്. ഞാൻ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞാണ് പിന്നെ അകത്തോട്ട് കയറ്റുന്നത്. കാരണം പെൺപട്ടി ആയതുകൊണ്ട് തന്നെ പേരുദോഷം കേൾപ്പിക്കുക എളുപ്പമാണല്ലോ, നമ്മളല്ലേ സൂക്ഷിക്കുക. ഞാൻ റോഡിൽ പോയി പഴം മേടിച്ചുകൊണ്ട് വന്നു. ഭാഗ്യത്തിന് എനിക്ക് കപ്പപ്പഴം തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞം അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് തോന്നി കപ്പപ്പഴവും ഈ പറയുമ്പോൾ ഗോതമ്പ് പുട്ടും കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റീമിൽ വേവിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളല്ലാതെ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റീം ഫുഡാണ് കുറച്ചും കൂടെ ഡയറ്റിന് നല്ലത്. അല്ലാതെ നമ്മൾ ഈ ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ ചപ്പാത്തി അതിലൊന്നും വലിയ കലോറീസ് കുറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഇങ്ങനെ സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയണ സമയത്ത് ഒരു കോൾ വന്നേ. അത് സ്റ്റാഫിൻ്റെ കോളായിരുന്നു. ഇന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കേട്ടോ. എൻ്റെ പൊന്നി, ഞാൻ അവളടുത്ത് പറഞ്ഞിരുന്നു ഞാനൊരു 11-12 മണിയാവും, അപ്പോഴത്തേക്കേ വരത്തുള്ളൂ, നീ ഒന്ന് നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ലീവ് എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അവളിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആകെ വെപ്രാളമായി. കാരണം ചിക്കൻ പോലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഐസായിട്ടിരിക്കുകയായിരുന്നേ. പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചു. എന്തായാലും കറി വെച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് എന്തെങ്കിലും റെഡിയാക്കി വെച്ചിരിക്കണമല്ലോ. ഇത്രയും ദൂരത്തുനിന്ന് വരണതല്ലേ. അപ്പോൾ ഒന്നും കഴിക്കാതെ ചിലപ്പം വന്നാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ എനിക്കും കൊണ്ടുപോകാനൊന്നുമില്ല, ജോലി സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ചോറ് കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും ചടപടയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നേ. ചിക്കൻ എനിക്ക് കുക്കറിൽ വേവിക്കണത് ഇഷ്ടമല്ല, സമയമില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. 9 മണിയായപ്പോഴാണ് ആളെന്നെ വിളിച്ച് പറഞ്ഞത്, 9:10 ആയപ്പോഴത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ചട്ടിയിൽ തന്നെ വെക്കണമെന്നൊക്കെ. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. എന്ത് ഞാൻ ചെയ്യാൻ നിന്നാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് തട്ടലുകൾ വരുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കാനും ഗ്യാസിൽ വെക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കടു വറുത്ത് അത് ഉള്ളി മൂപ്പിച്ച് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ച് അതിനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചട്ടിയിൽ തന്നെ ചിക്കനും മസാലക്കൂട്ടുകളും ഉള്ളിയും കൂടെ തൊലിച്ച് ഞാനിട്ടു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞവിടി ഒരുമിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അല്ല സെപ്പറേറ്റ് വേവിക്കാനുള്ള ടൈം ഒട്ടുമില്ല. അതും വിറക് അടുപ്പിൽ വെക്കാമെന്ന്. എനിക്ക് എന്തായാലും ഇനിയിപ്പം കുളിക്കണം, ഫ്രഷ് ആവണം, ഡ്രസ്സ് ചെയ്യണം, ഒരുങ്ങണം, ടൈം കുറച്ചെടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ വിഷമം തോന്നി. നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചതാണ്, കുക്കിങ്ങിൻ്റെ വീഡിയോസ്. പക്ഷെ അതെല്ലാം നല്ല പണിയായി കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, തുണികൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ജോലികൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. അടുക്കളയിൽ അമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് പറയുക, കറി വയ്ക്കാനോ ചിക്കനോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വെക്കാനോ ഒന്നും
പറ്റത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ തന്നെ അരപ്പ് റെഡിയാക്കണമെന്നാണ്. അത് ഞാൻ ഇട്ടാൽ എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ശരിയാവാറില്ല എന്ന്. പിന്നെ ഞാൻ ഇത്ര വിട്ട് നിൽക്കുകയാണല്ലോ, ഞാൻ അങ്ങനെ എപ്പോഴും അടുക്കളയിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് കൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഇത്തിരി അകലെയാണ് കേട്ടോ. ആരും ഇല്ലാത്ത സമയത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. കാരണം ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടക്കണക്കിന് ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ ഒഴിക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ ഐഡിയാസിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. ചിക്കൻ വയ്ക്കാൻ എനിക്ക് പണ്ടും ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ചാൻസ് കിട്ടുന്നത് ആരും ഇല്ലാത്തപ്പോഴേ ഞാൻ കയറാറുള്ളൂ. അപ്പോഴാണ് വിളിച്ച് സ്റ്റാഫ് ഇങ്ങനെ പറയണത് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയേ. പിന്നെ മോനോടനെ കുറച്ച് ലെഗ് പീസ് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൊരിക്കണമെന്ന് വിചാരിച്ചാണ്, സമയം കിട്ടിയില്ല. അതൊക്കെ അങ്ങ് ലോ ഫ്ലെയിമിലിട്ട് പൊരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ചിക്കനും പുരട്ടി വിറവടുപ്പിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ചിക്കൻ എപ്പോഴും വിറവിൽ കിടന്ന് അല്ലെങ്കിൽ വിറവടുപ്പിൽ കിടന്ന് തിളച്ച് കിടക്കണം കേട്ടോ. അത് കഴിക്കാൻ തന്നെ വല്ലാത്തൊരു ടേസ്റ്റാണ്. എപ്പോഴും ഇങ്ങനെ ചെറിയ കനലിൽ കിടക്കുമ്പോഴത്തേക്കും അത് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ ചിക്കൻ ഞാൻ എണ്ണ ഒഴിച്ചല്ല വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എണ്ണ ഒഴിച്ച് വയ്ക്കാത്തത് കൊണ്ട് ചട്ടിയിൽ മൂട്ടി പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ വെള്ളം ഒഴിക്കണില്ല എന്ന് വിചാരിച്ചു. ഭയങ്കര റിസ്ക്കിലാണ് സമയമില്ലാത്ത സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഓരോന്നും ഞാനായിട്ട് തന്നെയാണ് കണ്ടുപിടിച്ച് വെക്കുന്നത്. അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ പുരട്ടി വെച്ചിട്ട് പോയി. പക്ഷേ വലുതായിട്ടൊന്നും മൂട്ടി പിടിച്ചില്ല, എന്നാൽ ചെറുതായിട്ട് മൂട്ടി പിടിക്കുകയും ചെയ്തു കേട്ടോ. സ്വന്തം സ്ഥാപനമല്ലേ, 1 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ എന്താ പറ്റത്തില്ലേ എന്ന് ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കാം. പക്ഷേ എൻ്റെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ കൂടിയും തോന്നിയ സമയം എനിക്ക് എടുക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. 10 to 6 ഞാൻ ഷോപ്പിന് വെച്ചിരിക്കുന്ന ഒരു സമയം. അത് മാക്സിമം ഞാൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പം മേക്കപ്പ് വർക്കിനൊക്കെ പോകുമ്പോൾ അലർച്ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലും, അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള വീട്ടിൽ നിൽക്കുന്ന സമയം അങ്ങനെ ലീവ് എടുത്ത് നിൽക്കുക, അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് 10 മണിക്ക് തന്നെ കയറാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഒരു 9:30 മണിയായിട്ടുണ്ട്. അരമണിക്കൂർ ഉണ്ടായിരുന്നെ ബാക്കിയുള്ള ജോലികൾ തീർക്കാൻ വേണ്ടി നോക്കുകയാണേ. കണ്ട, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഞാൻ എണ്ണയിലിട്ടല്ല മൂപ്പിക്കുന്നത്, അല്ലാതെയാണ് ഞാൻ ചേർക്കുന്നത്. ഉള്ളി ഞാൻ ഇപ്പോൾ കഴുകി അരിഞ്ഞ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൈ വെച്ച് മിക്സ് ചെയ്ത് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വലുതായിട്ട് നടന്നിരുന്നില്ല. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെച്ചതേ ഉള്ളൂ. കുറേ പാത്രങ്ങൾ അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6 മണിക്കാണ് ഞാൻ എണീറ്റത്. 6:30 ആയിട്ടോ. 6 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചു. ക്ഷീണം കൊണ്ടൊക്കെ ഒന്ന് കിടന്നു. 6:30 ആയിട്ടാണ് എണീറ്റത്. കാരണം തലേ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ 8:30-9 മണിയായി. തലേ ദിവസം രാത്രി അച്ഛൻ വീട്ടിലുണ്ടായിരുന്നേ. കാരണം ഒറ്റയ്ക്ക് കിടക്കാത്തതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ച് വരുത്തിയിരുന്നു. അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ധന്യയുടെ വീട്ടിൽ പോകണമെന്നാണ് വിചാരിച്ചത്. ധന്യയുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങ് വരാമെന്ന് കരുതി. അപ്പോൾ ധന്യയും പറഞ്ഞായിരുന്നു, എടി നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീ ഇങ്ങ് പോരേന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛൻ വന്നപ്പോഴത്തേക്കും ഇപ്പം രാവിലെ അച്ഛന് കാപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് ചായ മാത്രം ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ചിക്കൻ വെക്കുകയാണെങ്കിൽ കാപ്പിയുടെ കൂടെ വേണ്ട എനിക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞു. അച്ഛന് ചായയാണ് ഇഷ്ടം കേട്ടോ, എന്നെ പോലെ. പണ്ട് നമ്മളവിടെ പശു ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയും അച്ഛനും ഞാനും സൗദനും ഒക്കെ എപ്പോഴും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. വിശക്കുമ്പോൾ പോലും ചായ ഇട്ട് കുടിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചായപ്രാന്തായിപ്പോയത്. ഞാൻ ഒരു ദിവസം 7 ചായ വരെ കുടിച്ചിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ 2 ചായയിലോട്ട് വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ചായ, ചിലപ്പം ഒരു ചായയും കുടിക്കാത്ത സമയം ഉണ്ടാവേ. അതൊക്കെ എന്തോരം ഞാൻ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോയതാണെന്നറിയാമോ. പക്ഷേ ഒന്നും വേണ്ട, നമ്മൾ പഞ്ചസാരയും ഷുഗറും കട്ട് ചെയ്താൽ മാത്രം മതി. ചില സമയങ്ങളിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ തന്നെയാണ് പ്രശ്നം. അങ്ങനെ ചോറ് എന്താണെന്ന് നോക്കി, അതായത് അരി എന്താണെന്ന് നോക്കി, അരിയാണോ ചോറാണോ എന്താണെന്ന് നോക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അത് റെഡി ആയപ്പോഴത്തേക്കും ഞാൻ അത് വടിച്ചിട്ടു കേട്ടോ. പിന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അത് മാറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ അടുപ്പത്തോട്ട് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ ക്ലീനിങ്ങിന് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചു വാരി ഇട്ടിരുന്നില്ല. എടുക്കുന്ന പാത്രങ്ങൾ അവിടെ അപ്പോഴപ്പോഴും തന്നെ കഴുകി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അറേഞ്ച് ചെയ്ത് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നിരുന്നില്ല. പിന്നെ ഓടിപ്പോയി കുളിച്ച് കേട്ടോ. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാൻ നേരെ വന്ന് നോക്കിയത് ഞാൻ ചിക്കനാണേ. ചിക്കൻ ഇരുന്ന് പുകയുന്നുണ്ട്. ഈശ്വര, കരിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിയത്.
ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് മൂട്ടി പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് കറി ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതിലിരുന്ന് കുറച്ച് നേരം തിളച്ച് വറ്റി വരട്ടെ. പിന്നെ ആ സമയത്ത് ഞാൻ പോയി റെഡി ആവാൻ നിന്നേ. കാരണം ഇനിയിപ്പോൾ എന്തായാലും അത് റെഡി ആവുന്ന സമയം എനിക്കൊരു 10 മിനിറ്റോളം ഉണ്ട്, 10-15 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പോയി ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ രീതിയിൽ മേക്കപ്പൊന്നും ഇല്ല, CTM കൊടുക്കുക അത്രയേ ഉള്ളൂ. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺക്രീം ഇത്ര മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ല ഫൗണ്ടേഷൻസ് ഒന്നും കൊടുക്കാറില്ല. അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഡെയിലി യൂസിന് പോകുമ്പോഴത്തേക്കും ഞാൻ ഫൗണ്ടേഷൻ കൊടുക്കാറില്ല. അല്ലാതെ വലിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണമോ ഒക്കെ പോകുമ്പോൾ മാത്രമേ ഫൗണ്ടേഷൻസ് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നല്ല ഫേസ് വാഷ് ഏതാണ്, നല്ല ടോണർ ഏതാണ്, മോയ്സ്ചറൈസർ ഏതാണെന്ന്. ടോണർ യൂസ് ചെയ്യുന്നൊരു പൊതുവെ കുറവാണ് കേട്ടോ. പക്ഷേ ക്ലെൻസർ, അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോണർ അപ്ലൈ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ടോണർ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നമ്മുടെ സ്കിന്നിന് നല്ല ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കഴിവ് ടോണറിനുണ്ട് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ടൈമൊക്കെ ആയിരുന്നു. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയതേ ഉള്ളൂ ഞാൻ സലൂണിൽ എത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ പോയി റെഡിയായി കാപ്പിയല്ല ചോറും എടുത്തുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കറിയൊന്നും എനിക്ക് വെക്കാനേ പറ്റിയിരുന്നില്ല, അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. ചോറും ചിക്കൻ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ പാർലറിലോട്ട് പോയി. അപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.